ഹലോ, ഇന്ന് നമുക്ക് ഒട്ടും ഓയിൽ ഉപയോഗിക്കാതെ ഒരു ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറാക്കിയാലോ. ബീഫ് ഡ്രൈ ഫ്രൈ എന്ന് പറയുമ്പോൾ തന്നെ സാധാരണയായി കുറച്ച് കൂടുതൽ എണ്ണയും അതുപോലെ നല്ലൊരു റോസ്റ്റൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലേ. അപ്പോൾ എന്നാൽ നമ്മളിവിടെ ഒരു തുള്ളി പോലും ഓയിൽ ഉപയോഗിക്കാതെയാണ് ഇത് തയ്യാറാക്കണേ. ഓയിൽ കുറക്കാൻ ശ്രദ്ധിക്കുന്നവർക്കും അതുപോലെ എണ്ണ ചേർക്കാതെ ബീഫ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എയർ ഫ്രയറിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയും കൂടെയാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഓയിലൊന്നും ഉപയോഗിക്കാതെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുക്കറിലേക്ക് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്യാത്ത കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 വെളുത്തുള്ളി കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഡയറക്റ്റ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ബീഫ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ബീഫ് ഒന്ന് സെപ്പറേറ്റ് മാറ്റിയെടുക്കണം. അതുപോലെ ഇതിലെ ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളവും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടൊന്ന് സെപ്പറേറ്റ് മാറ്റിയെടുത്തിട്ട് ബീഫ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ബീഫൊക്കെ നമുക്കൊന്ന് നീളത്തിൽ ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ മുഴുവൻ ബീഫും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്നൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പൈസി മസാല വേണം. അപ്പോൾ ആദ്യം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും പിന്നെ കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 നാരങ്ങേൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വേവിച്ചിട്ടുള്ള സ്റ്റോക്കില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു എഗ്ഗ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എഗ്ഗ് മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ്ചർ കുറച്ച് ലൂസായി പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ എഗ്ഗ് ചേർത്തിട്ടാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീഫിൽ കോട്ടാകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിത് ഒരു 1 hour എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മസാലയുടെ ഫ്ലേവറൊക്കെ ബീഫിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. അതുകൊണ്ട് ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ബീഫെല്ലാം നമുക്ക് എയർ ഫ്രയറിലോട്ട് മാറ്റിയിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിവിടെ ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആവശ്യത്തിന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തെടുക്കാം. അതുപോലെ ഇത് കുക്കാകുന്നതിൻ്റെ ഒരു ലാസ്റ്റ് 2 മിനിറ്റിൽ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ചമുളക് കീറിയതും 2-3 ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ 0 ഓയിൽ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഓയിൽ കുറച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ബീഫ് ഡ്രൈ ഫ്രൈ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ എയർ ഫ്രയർ റെസിപ്പി ഇഷ്ടമുള്ളവർക്കും ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.